ചായ കുടിക്കാറായി തുടങ്ങിയപ്പോൾ നെയ്യപ്പം കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ എന്നാൽ ഉണ്ടാക്കുക തന്നെ. അപ്പോൾ എളുപ്പത്തിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. വളരെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കാൻ അവിടെ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആട്ട എടുക്കാം. 1 കപ്പ് ആട്ടപ്പൊടിയും 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ മൈദയും മറ്റുള്ള കാര്യങ്ങളോ ഈസ്റ്റോ സോഡയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ച ശർക്കരയൊക്കെ ഉരുകി ഇനി അത് ഇതിനകത്തേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. എത്ര പൊടി എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ശർക്കര ചേർക്കണം. ഞാൻ ഒരു 1/4 കിലോ ശർക്കരയാണ് ഇത് 2 കപ്പ് പൊടിക്ക്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നെയ്യപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. മാവ് വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ബീറ്റർ വെച്ച് മിക്സ് ചെയ്യണതായിരിക്കും പെട്ടെന്ന് ആവാൻ നല്ലത്. സ്പൂൺ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നെയ്യപ്പം ചുടാം. നല്ല ഹോം മെയ്ഡ് നെയ്യ് വെച്ചിട്ടാണ് നമ്മളിത് നെയ്യപ്പം ഒന്നും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും ഒഴിക്കുന്നില്ല. കുറച്ച് നെയ്യിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഞാൻ നെയ്യപ്പം ചുടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ ബാറ്റർ റെഡിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കുറച്ച് ഗീ ഇങ്ങനെ മേളിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ പൊങ്ങി വരും നെയ്യപ്പം. വെറും 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമ്മുടെ ഈ നെയ്യപ്പത്തിൽ. മാവ് അരയ്ക്കാനോ പിടിക്കാനോ ഒന്നുമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് വേണം നമ്മൾ എപ്പോഴും നെയ്യപ്പം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നെയ്യപ്പം റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ബാക്കി ബാറ്ററും കൂടെ ഒഴിച്ച് നമുക്ക് ഫുൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ ശരിക്കും സിമ്പിളല്ലേ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വളരെ കുറച്ച് സമയം മതി. എപ്പോഴും നമ്മുടെ വീട്ടിൽ ആട്ടയും അരിപ്പൊടിയൊക്കെ ഉണ്ടാവും, ശർക്കരയൊക്കെ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത്യാവശ്യം നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് ഇത്. പിന്നെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാം. ഇപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ കുഞ്ഞാവയ്ക്ക് കൊടുത്തു നോക്കാം. കുഞ്ഞാവേ, നെയ്യപ്പം
ആ നോക്കട്ടെ. ആ അത് നോക്ക്. കാണിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ. ടേസ്റ്റ് ഉണ്ടല്ലോ. ഇങ്ങനെയാണ്. ആ ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറുണ്ട്. പ്യുവർ ഗീയിൽ ഉണ്ടാക്കിയത് അമ്മ. വെറും 15 മിനിറ്റ് മതി ഈ നെയ്യപ്പത്തിന്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടാ. അമ്മ ഉണ്ടാക്കില്ല, ഞാനൊരു തന്നെ ഉണ്ടാക്കില്ല. എന്താ? പൊട്ടറ്റോ ബജി. വാവ്, എനിക്കിഷ്ട. കഴിച്ചോട്ടെ. നീ തന്നെ ഉണ്ടാക്കിയത് അല്ലേ? സിമ്പിളാണ്. കടലമാവ് ഉണ്ടെങ്കിൽ എളുപ്പമായി ഉണ്ടാക്കാം. ടേസ്റ്റ് അടിപൊളി കേട്ടോ. ഗുഡ്.